ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പറയുക, കുറച്ച് നാളെന്ന് വെച്ചാൽ മേ ബി ഒരു 2 വീക്സ് ബ്രേക്ക് കാണുമായിരിക്കും. ഒരു കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ് ഞാൻ വീഡിയോ, ലോങ് വീഡിയോ ആക്ച്വലി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുത്ത് ആക്ച്വലി സമയം കിട്ടിയില്ല വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് ഞാൻ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഇന്ന് വലിയ ഒരു മെഗാ അൺബോക്സിങ് വീഡിയോ ആണ്. മെഗാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു അൺബോക്സിങ്. ആക്ച്വലി ഞാനത് തുറന്ന് നോക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ എന്താ പറയുക, കുറച്ച് നാളായിട്ട് ആയുർവേദ പ്രൊഡക്ട്സ് തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യുക. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിൻ്റെ ഗെറ്റപ്പൊക്കെ കണ്ടിട്ടാണോ എന്ന് പോലും അറിയത്തില്ല. ആയുർവേദ പ്രൊഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഓർഡർ ചെയ്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് മീൻസ് അത് തുറന്ന് ഞാൻ കണ്ടു കേട്ടോ. ആ ഒരു ആക്രാന്തം കാരണം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ചിലപ്പോൾ ഇത് മറ്റേ തിരിഞ്ഞായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഗ്ലാം വേദയുടെ ആയുർവേദ പ്രൊഡക്റ്റാണ്, സ്കിൻ കെയർ ആണ് ഈ സംഭവം. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് കാണാം. ഓക്കെ, ഇതാ ഓപ്പൺ ചെയ്യാം. ഇത്ര സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻ്റെ കൈ കിട്ടിയതാണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് റൈസ് സിറമൈഡിൻ്റെ ഗ്ലാസ് സ്കിൻ ഇത് മാത്രമായിട്ട് ഒരിക്കൽ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ഒരു സാധനമാണ്. റൈസ് ആൻഡ് സിറമൈഡ് ഗ്ലാസ് സ്കിൻ പീൽ ഓഫ് മാസ്ക്, ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റ്ലൈസിങ് എന്ന് പറഞ്ഞിട്ട് ഗ്ലാം വേദയുടെ പീൽ ഓഫ് മാസ്ക് ആണ് ഇത്. ഈ സംഭവം മണം ഒക്കെ കൊള്ളാം. ഇത് വന്നിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. ഇത് പീൽ ഓഫ് മാസ്ക് ആണേ. കുറച്ചിങ്ങനെ ഇട്ടിട്ട് അറിയാമല്ലോ, നോർമൽ പീൽ ഓഫ് മാസ്ക് പോലെ ഇട്ടിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ പീൽ ചെയ്ത് എടുക്കാവുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇന്നത്തെ സാധനം നമ്മൾ പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് അവർ ഡയറക്ഷൻസ് എഴുതിയേക്കുന്നതൊക്കെ. മോസ്റ്റ്ലി നൈറ്റ് ടൈമിൽ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. പീൽ ഓഫ് മാസ്ക് തന്നെ ആദ്യമേ എടുത്ത് ആക്ച്വലി ഇത് ചെയ്യേണ്ട ഓർഡറൊക്കെ ഉണ്ട്. ഓർഡർ ഞാൻ പിന്നെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നെക്സ്റ്റ് എൻ്റെ കൈ കിട്ടുന്ന സാധനങ്ങളായിട്ട് ഞാൻ എടുക്കുവാണേ. അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഫേസ് വാഷാണ്. ഇതിൻ്റെ തന്നെ റൈസ് ആൻഡ് സിറമൈഡ്, എല്ലാം റൈസ് ആൻഡ് സിറമൈഡിൻ്റെ ആണ് ഫേസ് വാഷ്. ഡ്രൈ, വെരി ഡ്രൈ, കോമ്പിനേഷൻ സ്കിന്ന് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. ഇതും എല്ലാം നല്ല വെള്ള കളറിലിരിക്കുന്ന ഒരു ഫേസ് വാഷ്. അടുത്തത് വന്നിട്ട് ഓക്കെ, ഇതിൻ്റെ മോയ്സ്ചറൈസറാണേ. റൈസ് ആൻഡ് സിറമൈഡ് സ്കിൻ ബാരിയർ മോയ്സ്ചറൈസർ. ഓക്കെ, ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. நான் ஓப்பன் பண்ணுறேன், எனக்கு தெரியும். நீ வந்து டெய்லி இது எப்படி? ஓகே, ഹായ്. ഇതിൻ്റെ സ്മെല്ല് ആക്ച്വലി പറയുവാണെങ്കിൽ ഈ ഓലെ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ സ്മെല്ലറിയാം. ഈ ഓലെ ക്രീം നമുക്കൊരു തിന്നാൻ തോന്നുന്നൊരു സ്മെല്ലില്ലേ, അതേ സ്മെല്ലാണ് ഇതിനത്. കണ്ടോ, ഇതാണ് സംഭവം. നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ. മോയ്സ്ചറൈസറാണ് ഇത്. കണ്ടോ, അത്ര അങ്ങോട്ട് അബ്സോർബൻ്റ് ആവും തോന്നുന്നില്ല. അത്രയ്ക്ക് അങ്ങോട്ട് അബ്സോർബ് ആവുന്നില്ല കേട്ടോ. കുറേ ഇട്ടിങ്ങനെ തേക്കണം, കുറച്ച് തേക്കണം. മണം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. മണം കുഴപ്പമില്ല. കുറച്ചൊരു സ്റ്റിക്കിനെസ് ഉണ്ടോ അറിയത്തില്ല, നോക്കാം. എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ഈ പീൽ ഓഫ് മാസ്ക് ഇവിടെ നിന്നൊന്ന് ഉണങ്ങട്ടെ കേട്ടോ, ഫീൽ ചെയ്ത് കാണിക്കാവേ. അടുത്തത് വന്നിട്ട് ഇതാണ് അണ്ടർ ഐ ക്രീം. എനിക്ക് നല്ലതുപോലെ എൻ്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ലൈറ്റിൻ്റെ എഫക്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സംഭവം ഓർഡർ ചെയ്തത്. നിങ്ങളിതിൻ്റെ വില കേട്ടാൽ ഞെട്ടും. കുറച്ച് മതിയല്ലോ അല്ലേ? അണ്ടർ ഐ ക്രീം. ഓക്കെ, അണ്ടർ ഐ ക്രീമിന് വലിയ പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഗൈസ്. കുറച്ചേ ഉള്ളൂ, പകുതി പറ്റിച്ച പോലെ ഉണ്ട്. അതെ, പകുതി മുക്കാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുവാണ്. ഇത് ഇത്തിരിയേ ഉള്ളൂ, നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. പകുതി മുക്കാലും ഹോളാണ് അതിൻ്റെ അകത്ത്. അണ്ടർ ഐ ക്രീം ഇതൊക്കെ രാത്രി ഇട്ട് കിടന്നാലേ ഇതിൻ്റെ എഫക്റ്റൊക്കെ അറിയത്തുള്ളൂ. എങ്ങനെ പോയാലും ഒരു രണ്ടാഴ്ചയല്ല. ആക്ച്വലി ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ അണ്ടർ ഐ ക്രീമേ അടുത്തത് എന്താ
റൈസ് ആൻഡ് സിറം ഉണ്ട്, ഫേസ് സിറം. ഇതിൻ്റെ തന്നെ ഫേസ് സിറം ക്വാണ്ടിറ്റി എത്ര എം എൽ ആണ്? 30 ml ആണ് ഈ ഫേസ് സിറം. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് നോക്കട്ടെ. വെള്ളം പോലെ തന്നെ, കളർ അത്ര വലിയ കളറോ ഒന്നുമില്ല. ഇതിനൊരു ചെറിയൊരു കെമിക്കൽ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തേക്കുന്നത് അക്വാ ഗ്ലിസറിൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ തന്നെ കൊടുത്തേക്കുന്നത്. ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു കെമിക്കൽ സ്മെല്ല് ഇതിന് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിരിക്കും. നമ്മൾ യൂസ് ചെയ്യാതെ ഒന്നും ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നല്ലേ പറയുന്നത്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. അടുത്തത് ഇതെല്ലാം ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ നിന്നാണ് നിങ്ങൾ ആലോചിച്ചോണേ. റൈസ് ടോണർ അറിയാമല്ലോ. ജസ്റ്റ് എന്നാൽ നമ്മുടെ സ്മെല്ലൊന്നും അറിയാൻ വേണ്ടി മണപ്പിച്ച് നോക്കാം. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്മെല്ല് കിട്ടുന്നില്ല, ഒരു സ്മെല്ലും ഇല്ല ടോണറിന്. ആൻഡ് അവസാനമായിട്ട് മെയിൻ സാധനം സൺസ്ക്രീൻ വന്നിട്ട് SPF 50+++ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പീൽ ഓഫ് മാസ്ക് ഉണങ്ങുന്നില്ല, ഉണങ്ങട്ടെ അപ്പോഴത്തേക്ക് വരുന്നു. ഓക്കെ, സൺസ്ക്രീൻ വന്നിട്ടുണ്ട്. നല്ല പാക്കിങ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു സൺസ്ക്രീനിൻ്റെ പാക്കിങ്. അപ്പം ഇതൊന്ന് സൺസ്ക്രീനും സ്മെല്ലൊന്നുമില്ല. എന്തോ സ്മെല്ലില്ലാത്ത പ്രൊഡക്ട്സാണ് ആക്ച്വലി നല്ലതെന്നാണ് പറയുന്നത്. വലിയ ഒരു സ്മെല്ലും ഇല്ല, ഒരു പ്ലെയിൻ സ്മെല്ല്. ഇതിൻ്റെ നല്ല സ്മെല്ലുണ്ടെന്ന് പറയാൻ ആ മോയ്സ്ചറൈസറിന് മാത്രമേ സ്മെല്ലുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും അത്ര പറയത്തക്ക സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാവേ. ഇത് എത്രയൊക്കെയാ ഞാൻ ഉണ്ടെന്ന് കാണിച്ചു തരാം. 1 2 3 4 5 6 7. അപ്പോൾ ഈ 7 സംഭവങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിൻ്റെ വിലയൊന്ന് ഗസ് ചെയ്യുക കേട്ടോ. ഗസ് ചെയ്യണ്ട, ഞാൻ പറയാം. ആക്ച്വലി 7 സംഭവത്തിനും കൂടെ ഞാൻ വാങ്ങിച്ചത് 900 സംതിങ്ങിനാണ്. പക്ഷേ ഓഫർ പ്രൈസിനാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ വില ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 2000+ ആയിരുന്നു. ആമസോണിൽ എനിക്ക് ഗ്ലാംപേദയുടെ അതിൽ ഓഫർ പ്രൈസിന് കിട്ടിയതാണ്. കിട്ടിയപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഉപയോഗിച്ച് തുടങ്ങാതെ ഞാനിങ്ങനെ പ്രൊഡക്ട്സിന് റിവ്യൂ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത്രയും ഒരു സംഭവങ്ങളും കൂടെ ഇത്ര ഒരു പൈസയ്ക്ക് കിട്ടും. ഒരു 1000 റുപ്പീസിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ സ്കിൻ കെയറും നോക്കും. ആദ്യമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്കിൻ കെയർ നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയാം. ഇത്രയും 12,000 രൂപ മുടക്കി വെറുതെ മേടിക്കേണ്ട. ഇത്രയും ഗ്ലാംപേദയുടെ എന്തായാലും മോശമല്ല കമ്പനി, ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓർഡറും കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. ഫസ്റ്റ് ദിസ് ടോണറാണ് മെയിൻ. ഫസ്റ്റ് ടോണർ യൂസ് ചെയ്യണം. ടോണർ യൂസ് ചെയ്തിട്ട് തെറ്റിപ്പോയി. ഫേസ് വാഷ് കണ്ടില്ല ഗൈസ്. ഫസ്റ്റ് വന്നിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് ടോണർ യൂസ് ചെയ്യണം. ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് സിറം യൂസ് ചെയ്യണം. സിറം കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇതാണ് ഒരു ഓർഡർ. പിന്നെ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ ആണെങ്കിൽ അതിൻ്റെ കൂടെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യണം. പിന്നെ പീൽ ഓഫ് മാസ്ക് ഒന്നും യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം പീൽ ഓഫ് മാസ്ക് സജസ്റ്റ് ചെയ്യാൻ മീൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും സംഭവങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു ബിഗിനർ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരു ബിഗിനറിന് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഗ്ലാംപേദയുടേത്. അപ്പോൾ വേണ്ടുന്നവർ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഇതിന് മുമ്പ് ഞാൻ വേറൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു ബ്രാൻഡ്, അതും ആയുർവേദ ബ്രാൻഡാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാമെന്ന് പറഞ്ഞു. 2 വീക്സിൽ ഇടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി 2 വീക്സിൽ ഇടാൻ വേണ്ടി എനിക്ക് വിസിബിൾ ആയിട്ടുള്ള വലിയ റിസൾട്ടൊന്നും ഞാൻ കണ്ടില്ല ഇപ്പോഴും. അപ്പം അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഇടുന്നതായിരിക്കും. വാങ്ങേണ്ടവർ എന്തായാലും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. കൊടുത്ത പൈസയ്ക്ക് നഷ്ടം വരില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക്
അയച്ചു തരാം. അത്ര വലിയ കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല ഈ ഡ്രസ്സിന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാരണം നമുക്ക് രാത്രിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല സോഫ്റ്റ് കംഫി ആയിട്ടുള്ള ഡ്രസ്സാണ്. പീൽ ഓഫ് മാസ്ക് ഉണങ്ങിയുണ്ടോ ചെറുതായിട്ട്? പീൽ ഓഫ് മാസ്ക് പീൽ ഓഫ് മാസ്ക് ഉണങ്ങിയിട്ടുണ്ട്. ഫുൾ ഉണങ്ങിയിട്ടില്ല. ഇങ്ങനെ ചെയ്ത് ഇതാക്കാം. ഓക്കെ, എന്തായാലും പിന്നെ ഞാൻ എടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു അൺബോക്സിങ്, അടുത്തൊരു റിവ്യൂമായി വരുന്നവരേക്കും ലവ് യു ഓൾ ആൻഡ് ബൈ.